കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസിന്റെ ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. സത്യത്തിൽ അതിന് ഒരുപാട് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മളൊരു ബജറ്റ് തയ്യാറാക്കണം. കാരണം ഈ വെഡിങ് എന്ന് പറയുന്നത് ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്കൊരു പരിധിയും കാണത്തില്ല. പക്ഷേ ഇത് കല്യാണത്തിനടുത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു സ്ട്രെസ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബജറ്റ് തയ്യാറാക്കേണ്ട അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ബജറ്റ് തയ്യാറാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓവർ സ്പെൻഡിങ് തടയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ലാസ്റ്റ് മിനിറ്റിലുള്ള ആ സ്ട്രെസ് തീർച്ചയായിട്ടും കുറയ്ക്കും. സോ ഏറ്റവും കൂടുതൽ ബജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ബജറ്റ് എവിടെ നിൽക്കണോ നമ്മൾ നോക്കേണ്ടത് ഗസ്റ്റ് കൗണ്ട് അനുസരിച്ചിട്ടാണ്. ഗസ്റ്റ് കൂടുന്നതും കുറയുന്നതനുസരിച്ച് നമ്മുടെ ബജറ്റിലും നല്ല ഒരു വ്യത്യാസം കാണിക്കും. ഈ വെഡിങ്ങിനോട് അടുത്തുള്ള ദിവസങ്ങളിലായിരിക്കും ഉറപ്പായിട്ട് ചെറിയ ചെറിയ ഡിസിഷൻസ് ഉണ്ടാവും. ആ ഡിസിഷൻസ് ഉണ്ടാകുന്നതനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ ചിലവുകൾ പിന്നെ കൂടിക്കൊണ്ടിരിക്കും. സോ ഈ ചെറിയ ചിലവുകൾ പിന്നീട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ ചിലവായിട്ട് മാറും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ബജറ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ബജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കല്യാണം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. ഓക്കെ, ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾ അറിയുന്നതിനും ഞങ്ങൾക്ക് DM ചെയ്താൽ മതി. വി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഓക്കെ.